വാവ്, ന്യൂ കോളേജ്, ന്യൂ ലൈഫ്. എല്ലാം ശരിയായാ മതിയായിരുന്നു. ക്ലാസ്സിൽ കയറാൻ നോക്ക്. ഹായ്, ന്യൂ സ്റ്റുഡൻ്റ് ആണല്ലേ? ഹായ്, അതെ, ഞാൻ നന്ദന മനോജ്. അർച്ചന സുകുമാർ. നമ്മളെ ഒന്ന് ആർക്കും വേണ്ടാലോ. നന്ദന, ഇത് നസ്രി, എൻ്റെ ബെസ്റ്റിയാണ്. അല്ല നസ്രു? മതി, മനസ്സിലായി. നന്ദന, അപ്പം നൈസ് ടു മീറ്റ് യു. അപ്പൊ നീ പറഞ്ഞു വന്നത് നീ വന്ന് കേറിയപ്പോഴേ നിനക്ക് റാഗിങ് കിട്ടിയെന്നോ? എൻ്റെ മോളെ സീന്. ഇല്ലടി നന്ദു, ഏത് ചേട്ടനാ നിന്നെ വന്ന് രക്ഷിച്ചേ? പേരറിയോ നിനക്ക്? പേര് പോയിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടെ. ആളെക്കുറിച്ച് വന്നു, എന്നോട് ക്ലാസ് പൊക്കോളാൻ പറഞ്ഞു, ആളങ്ങ് പോയി. ഞാനൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. അതുവഴി നീ ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്ന പറ. എക്സാമ്പിൾ പറ. എക്സാമ്പിൾ എങ്ങനെ ഇരിക്കുന്നു വെച്ചാ, ഇതാ നീ പറഞ്ഞ ബുക്ക്. ഓ, കിട്ടിയോ? ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അല്ല, കണ്ണേട്ടൻ ഇവിടെ പോവാ?
പ്രിൻസി വിളിച്ചായിരുന്നു, അപ്പോ അങ്ങോട്ട് ചെല്ലണം. ശരി എന്നാൽ. അതെന്ത് ബുക്കാ? നോക്കട്ടെ. നീ എപ്പോഴാണ് ഇതൊക്കെ വായിക്കാൻ തുടങ്ങി? അല്ല, അതെന്താ കണ്ണേട്ടം കൊണ്ട് തരുന്നേ? ഒരു ദിവസം ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഇത് വായിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അതാവും. അല്ല, നമ്മളെവിടെ പറഞ്ഞു നിർത്തി? ആ ചേട്ടൻ, ആ രക്ഷിച്ച ചേട്ടൻ ഏതാടി? നീ പറ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ദേ ഇപ്പൊ പോയില്ലേ, അതാണ് ആള്. ആര്? നമ്മുടെ കണ്ണേട്ടനോ? വാ, എനിക്കപ്പോഴേ തോന്നിയതാ. അല്ല, എന്നിട്ട് കണ്ണേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങള് തമ്മില്? ഏയ്, ഇതൊന്നല്ല. ഇവളുടെ സ്കൂളിലെ സീനിയർ ആയിരുന്നു കണ്ണേട്ടൻ. ഇപ്പതാ കോളേജിൽ. അങ്ങനെയുള്ള ബന്ധം അല്ലേടി? നമുക്ക് ക്ലാസ്സിൽ പോവാം, ഇനി വയ്യണ്ട. നെസ്രിൻ, ഈ കണ്ണേട്ടന്റെ ഫുൾ നെയിം എന്താ? അതെന്താ പെട്ടെന്നൊരു ചോദ്യം? രാജശേഖർ, the one and only son of Mr. രാജശേഖരൻ and രാധിക ദേവി. ഇവിടെ 3rd year ബയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മതി, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്താ ഈ എഴുതുന്നേ? ക്യാൻറ്റീനിൽ ഇരിക്കുമെങ്കിലും തിന്നടി. കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആകാനുണ്ട്, ഇതിപ്പോ തീരും. ഈ കണ്ണേട്ടൻ ഇങ്ങോട്ടാണല്ലോ വരുന്നേ? എന്താണ് മാഷെ, കാണാനേ ഇല്ലല്ലോ. കോളേജ് ട്രിപ്പ് ഒക്കെ എടുക്കാനായില്ലേ, അതിൻ്റെതായ ചില തിരക്ക്. കണ്ണേട്ടാ, ഒരാളെ പരിചയപ്പെടുത്തിയില്ല. ഇത് നമ്മുടെ ഫ്രണ്ട് നന്ദന. ഹായ്, അർജുൻ. നന്ദന. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അച്ഛനെന്താ പറ്റി? അവളെന്താ എന്നോട് മിണ്ടാത്തെ? ഞാനും അത് ശ്രദ്ധിച്ചു. അവൾക്ക് എന്തോ മാറ്റം പോലെ. നീ വിഷമിക്കണ്ട, നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം. കോളേജ് ടൂറല്ലേ എടുക്കുന്നേ, എല്ലാം നമുക്ക് സെറ്റ് ആക്കാം. എന്ത് പറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ബാഗൊക്കെ എടുത്ത് വെച്ചോ? ഇയാളെന്താ ഇവിടെ? സീനിയേഴ്സിന്റെ ബസ് അപ്പുറത്താണല്ലോ. പ്രിൻസി ആറിനെ നിങ്ങളുടെ ബസ്സിൽ കയറാൻ പിള്ളേരെന്തെങ്കിലും ഒപ്പിച്ച് വെച്ചാലോ പറഞ്ഞു. കൊള്ളാം, നല്ല ആളെടുത്താ ഏൽപ്പിച്ചു വെച്ചേ. എന്താടി അങ്ങനെ ഒരു ഡോക്ക്? എനിക്കെന്താ ഇപ്പൊ ഒരു കുറവ്? കുറവൊന്നുമില്ലേ, എല്ലാം കൂടുതലാ. ഇടി കാന്താരി. എന്തിനായിരുന്നു എല്ലാം ഞാൻ ഉള്ളിലൊതുക്കി നടന്നത്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കണ്ണേട്ടനെ. അതല്ലേ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ണേട്ടൻ ഏതാണ് പഠിക്കുന്നത് അതെടുക്കാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ എല്ലാം എൻ്റെ കൈവിട്ട് പോകുന്നത് പോലൊരു തോന്നൽ.
സ്റ്റുഡൻസ്, ഇവിടെയാണ് നമ്മുടെ നൈറ്റ് സ്റ്റേ വരുന്നത്. ഒരു റൂമിൽ 2 ആള് വെച്ചാണ്. അച്ചു, നമുക്ക് രണ്ടാക്കാണ് ഈ റൂം കിട്ടിയിട്ടുള്ളത്. നീ ഓക്കെ അല്ലേ? അച്ചു, ഞാൻ ഇപ്പൊ വരാം. ഹലോ, നീ വേഗം ആ ബാക്ക് ഗാർഡനിലോട്ട് വന്നേ. ഗാർഡനിലോട്ടോ? എന്തിനാ അത് ഈ സമയത്ത്? എന്തിനാന്ന് ചോദിക്കാതെ ഒന്ന് വാ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവും. ഹലോ ഹലോ കണ്ണേട്ടാ, ഹലോ. കട്ടാക്കിയോ കണ്ണേട്ടാ? നന്ദു, വളഞ്ഞു തിരിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം നേരിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് ഓക്കെ. തനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ? തോന്നിയിട്ടുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ശരിക്കും? ഒന്ന് പോയേ, ചുമ്മാ കളിപ്പിക്കാണ്ട്. ഞാൻ പോവാൻ ഇരുട്ടായി തുടങ്ങി. അങ്ങനെ പോവല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നീ ദേഷ്യപ്പെടുമ്പോ നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ. ഷോപ്പിംഗ് ഒന്നും വേണ്ട. എന്താ കാര്യം? വളഞ്ഞു കളിക്കാണ് കാര്യം പറ. ഓക്കെ, ഐ മീൻ, നമ്മൾ സെറ്റായ സ്ഥിതിക്ക്, അല്ല ഇത്രക്കായ സ്ഥിതിക്ക് ഒരു കിസ്സെങ്കിലും. കാളവാല പൊക്കുമ്പോഴേ എനിക്ക് തോന്നി ഇതന്നെയാണ്. എന്നാ പിന്നെ അന്ന് വൈകിക്കണ്ട, ഇപ്പൊ തന്നെ തന്നു. കാവേലിയിലോ ഇത് മാത്രമേ ഉള്ളൂ? ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി വേണമെങ്കിൽ നാളെ തരാം. അപ്പാണേ, വാക്കാണേ, തരണം നാളെ. ഉറപ്പ്. വാക്ക് തന്നിരിക്കുന്നു ഞാൻ. അപ്പൊ ഗുഡ് നൈറ്റ്. ഡാളിയ, നീ എല്ലാം ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ നടന്നു. വിധി എന്ന് പറഞ്ഞ് നീ ഇവിടെ ഇരുന്ന് മുങ്ങിട്ട് ഒരു കാര്യമില്ല. അത് മാറ്റി എഴുതാൻ ശ്രമിക്കും. ജസ്റ്റ് റിലാക്സ്. നമ്മൾ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താ മതി. യെസ് അർച്ചന, നിനക്ക് വേണ്ടത് അർജുനെ, നമ്മൾക്ക് വേണ്ടത് നന്ദനെ. അപ്പോ നമ്മൾ ഒറ്റക്കെട്ടാവുന്നതല്ലേ നല്ലത്. മൗനം സമ്മതം എന്നാണല്ലോ.
അല്ല, ഈ അച്ഛ ഇതെവിടെ പോയി കിടക്കുക? സമയം 1:30 ആവാനായി. ഇനി പുറത്തെങ്ങാനും ഉണ്ടാവോ? ഓ, ഈ രാത്രി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരാളെയും കാണുന്നില്ലല്ലോ. അവളാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കണ്ണേട്ടനെ വിളിച്ചു നോക്കിയാലോ? എന്താ മോളെ ഈ ഇവിടെ നമ്മൾ തീരുമാനം എടുക്കും. നീ മിണ്ടാതെ ഇവിടെ നിന്നോളാം. ഇവള് ചാവുന്നുണ്ടെങ്കിൽ കണ്ണേട്ടൻ, ഞാൻ നന്ദു കണ്ണു തുറക്ക്. നന്ദു എന്താ പറ്റിയേ? എടാ നീയൊക്കെ കൂടി അവളെ ചെയ്തേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്? നീയൊന്നും പറയണ്ട. നീയൊക്കെ കൂടി അവളെന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തേ? ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ, അവൾ ഓക്കെ അല്ലേ? ഒന്ന് പറ. ഇവിടെ വെയിറ്റ് ചെയ്യൂ. പേഷ്യന്റിനെ നമ്മളൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, നമ്മുടെ മോള്, അവക്ക് എന്താ പറ്റിയേ? നീ വിഷമിക്കാണ്ടിരിക്കുക, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നന്ദനയുടെ ക്ലാസ് ടീച്ചറാണ്. എന്താ സംഭവിച്ചെന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. നന്ദനയുടെ കൂടെ വന്നവരാരൊക്കെയാ? ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? അവൾ ഓക്കെ അല്ലേ? അവൾ ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഡോക്ടർ. ഡോക്ടർ, അവളെങ്ങനെ? ഞാൻ നന്ദനയുടെ അച്ഛനാണ്.
അവൾക്ക് സാർ, വി ആർ റിയലി സോറി. നമ്മൾ കഴിയുന്നത്ര ശ്രമിച്ചതാണ്. കുട്ടിയുടെ ശരീരത്തിൽ അമിതമായ ക്ലോറോഫോം അടങ്ങിയിട്ടുണ്ട്. അതാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിച്ചത്. ആൻഡ് വി ആർ റിയലി സോറി സാർ. അയ്യോ, എൻ്റെ മോള്. ആരാ ഇവളുടെ ഈ ക്രൂരത ചെയ്തത്? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എനിക്ക് അവളെ ഇപ്പൊ കാണണം. അർജുൻ, നീ നടങ്ങ്. ബോഡി കാണാനായി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്ന് കാണാം. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളാ എന്നെക്കൊണ്ട് ആ പാവത്തിന് ഓരോന്നൊക്കെ ചെയ്യിച്ച്. ഞാനിതെല്ലാം കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കും. എല്ലാവരോടും പറയും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ നീ അങ്ങ് ഒലത്തും. അവള് ചത്തുപോയിന് നമ്മളെന്ത് ചെയ്തിട്ടാ? അതുപോലെ തന്നെ ഇതിനെതിരെ ഒരു അന്വേഷണം വന്നാൽ കുടുങ്ങാൻ പോകുന്നത് നീ മാത്രമായിരിക്കും. കാരണം CCTV പോലും നമ്മളില്ല, നീയാണ് അവൾക്ക് ക്ലോറോഫോം കൊടുത്തത്. നിങ്ങളൊക്കെ കൂടെ ഓരോന്ന് ചെയ്യിച്ചത് എന്നെ കൊണ്ട്. ഞാനല്ല. നമ്മളങ്ങ് ഊരിപ്പോന്നോളും മോളെ. നായിന്റെ മോനെ, നിനക്ക് ഇത്രക്ക് ധൈര്യമോ അവനടിക്കാൻ? കണ്ണേട്ടാ, ഞാനല്ല അവളെ. ഇവരൊക്കെ കൂടെ എന്നെ. മാറി നിക്കടി അങ്ങോട്ട്. അച്ചൂ, ഡാഡാ, ഇനി ഇവിടെ നിക്കണ്ട, വേഗം വാ. എന്നെ വിട്, ഞാനല്ല അവളെ. തോന്നിയിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. കണ്ണേട്ടാ, ബാക്കി നാളെ. ഞാൻ വാക്ക് തന്നിരിക്കുന്നു. അപ്പോ ഗുഡ് നൈറ്റ്.